ഹായ് അസ്സാം വലൈക്കും. ഇന്ന് നമ്മളുടെ ഒത്തുകൂടുന്ന ഒരു പരിപാടിയാണ്. 3 മോംസിൻ്റെ പരിപാടിയായിരുന്നു. അത് നമ്മൾ മാസത്തിലൊരിക്കൽ കൂടുന്നതാണല്ലോ. എൻ്റെ അവിടെ നിന്ന് എടുത്ത നറുക്കിൽ സെർലിക്കായിരുന്നു കിട്ടിയത്. അവിടെ വെച്ചിട്ടായിരുന്നു പരിപാടി. അങ്ങനെ എല്ലാവരും കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു വരാൻ. അപ്പോൾ അവിടുന്ന് എല്ലാവരും എത്തിയ ശേഷം നമ്മൾ സ്ഥിരമായിട്ട് 3 നറുക്കെടുക്കുമല്ലോ, അതിനാണ്. അപ്പോൾ ഗൾഫിൽ നിന്ന് വന്നവരൊക്കെ വിളിക്കുകയാണ്. കുറച്ച് ആൾക്കാർ ഗൾഫിൽ നിന്ന് വന്നവരുണ്ടായിരുന്നു വെക്കേഷനായിട്ട്. അങ്ങനെ അവരെ കൊണ്ടൊക്കെയാണ് നറുക്കൊക്കെ എടുപ്പിക്കുന്നത്. അങ്ങനെ കുറിയെടുത്ത് പിന്നെ അടുത്തത് പിന്നെ ബമ്പർ പ്രൈസാണ്. അങ്ങനെ കുട്ടികളെ ഞാൻ വിളിച്ച് വരുത്തിയിട്ട് ബമ്പർ എടുക്കുകയാണ്. ബമ്പർ എടുത്ത ശേഷം ആ കിട്ടിയ ആളെ കണ്ടപ്പോൾ ആ സായുധക്കാണ് കിട്ടിയത്. ഞാനത് കണ്ടപ്പോൾ എക്സ്പ്രഷൻ ഇട്ടതാണ്. ഭയങ്കര രസമായി നോക്ക് ബമ്പർ കിട്ടിയപ്പോൾ. അവളെപ്പോഴും പറയുന്നു നറുക്ക് കിട്ടി, അത് കിട്ടുമ്പോൾ ഒരു സന്തോഷം വേറെ ആണെന്ന്. നമ്മൾ കൂടുന്നവരൊക്കെ ഒരു 50 രൂപ എടുത്തിട്ടാണ് ഈ ബമ്പറും നമ്മൾ പരിപാടിക്ക് കളിക്കുള്ള പ്രൈസൊക്കെ വാങ്ങിക്കൽ. എല്ലാവരും കൂടി കൂടിയാകുമ്പോൾ ഒരു സംഖ്യ ആവും. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി എടുക്കുക. ഇതിപ്പോൾ അടുത്ത പരിപാടിൻ്റെ നറുക്കാണ്. അപ്പോൾ റമ്മിക്കായിരുന്നു. ഗൾഫുകാരുള്ളത് കൊണ്ട് അപ്പോൾ ഗൾഫിൽ നിന്ന് വന്ന അവരെ വീട്ടിൽ ഉള്ള പരിപാടി നടത്താമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ആ കാര്യം അവളോട് പറയാതെ കഴിഞ്ഞിട്ട് നിൻ്റെ കഴിച്ചാൽ മതി എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ മാസം തന്നെ ഇനിയൊരു പരിപാടിയും കൂടിയുണ്ട് അടുത്ത ആഴ്ചയിൽ. അപ്പോൾ ആ പരിപാടി ഗൾഫുകാരുണ്ടായതിനെ കൊണ്ടാണ് അങ്ങനെ നമ്മൾ പരിപാടി വെക്കുന്നത്. അങ്ങനെ ഫുഡ് പിന്നെ നമ്മൾ ഫുഡ് നമുക്ക് മസ്റ്റ് ഒഴിവാക്കാൻ പറ്റാത്തതാണ്. നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു. ഫുഡ് ഇങ്ങനെ എടുത്ത് വെക്കുമ്പോൾ തന്നെ ഞാൻ എല്ലാവരും വന്ന് വിളിക്കുകയാണ്, എല്ലാവരും വന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വേണം നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കടക്കാൻ. കാരണം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗെയിം കളിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെ ഫുഡ് എടുത്തേക്കുന്ന കുട്ടികളൊക്കെ വന്ന് വിളിക്കുകയാണ് ഞാൻ. അപ്പോൾ അവരൊന്ന് ഫോട്ടോക്ക് പോസ് ചെയ്തതാണ്. അങ്ങനെ അവരൊക്കെ വിളിച്ച് കൂട്ടിക്കൊണ്ട് വരികയാണ്. അവിടെ നമ്മളെ 3 മോംസ് ഗായിക അവിടെ ഇങ്ങനെ പാട്ട് പാടുന്നുണ്ട്. ഞാൻ പിന്നെ പാട്ടിട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ എടുത്ത് വെക്കേണ്ട കുട്ടികൾക്കൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോരുത്തർ ഊഞ്ഞാലയിൽ ഇരുന്ന് ആടുന്നുണ്ടോ. അങ്ങനെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്തത് ഗെയിമാണ്. അങ്ങനെ പോകുന്നവർ പോകുന്നുണ്ട്, പെട്ടെന്ന് പോകണമെന്നുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പോവാണ്. അങ്ങനെ ഞാൻ മൈക്കെടുത്ത് പറയുകയാണ് ഗെയിമിൻ്റെത്. പക്ഷേ എവിടെ കേൾക്കാൻ, എല്ലാവരും കൂടുമ്പോൾ പരസ്പരം വേറെ സംസാരമാകുമ്പോൾ നമ്മൾ ഗെയിമിൻ്റെ ഒന്നും കേൾക്കില്ല. അതാണ് മൈക്കിൽ പറയുന്നത്. അങ്ങനെ ഗെയിം സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് നമ്പർ കിട്ടിയിട്ടുണ്ട്. പേപ്പർ നമ്മൾ ഓരോന്ന് എഴുതിയിട്ട് ഇതിൽ 4 മടുക്കി ഡബിൾ സ്റ്റിക്കർ കൊണ്ട് ഒട്ടിച്ചിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ഇവക്കാണ് കിട്ടിയതെങ്കിലും പോയത് അവളെ എടുത്തു നിന്ന് 4ാമത്തെ ആളായിരുന്നു. പിന്നെ അടുത്തത് അടുത്തത് വേറെ ആൾക്കാരുണ്ട്. അങ്ങനെ നല്ല രസമായിട്ടുള്ളൊരു ഗെയിമായിരുന്നു. ഇതിൽ 6 വളമിട്ട് വരാറുമ്പോൾ ഞാൻ തന്നെ പോയി. പിന്നെ അടുത്ത ഗെയിം അങ്ങനെ ഓരോരുന്ന് വായിക്കുമ്പോൾ ഭയങ്കര രസമുള്ളൊരു ഗെയിമായിരുന്നു ഇത് ഇവള് മോതിരം 4 ഇട്ടവരെ ഒഴിവാക്കാമെന്നായിരുന്നേ. അവൾ ഒരു മോതിരം എടുത്തിട്ട് ഊരി വെച്ച് എന്നിട്ട് പറയാണ് എൻ്റെ കയ്യിൽ 3 മോതിരം ഉള്ളൂന്ന്. അപ്പോൾ ഇതിലേക്ക് തമാശാക്കണം കേട്ടോ. അങ്ങനെതാ കണ്ടുപിടിച്ചിരിക്കണം. അപ്പോൾ ഒരു മോതിരം അവളെ കയ്യിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ കൂടെ ഉള്ളവർ പിടിക്കുകയാണ് കണ്ടോ. അതങ്ങനെ ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു. ഞാനും അതേപോലെ തന്നെയായിരുന്നു വളൻ്റെ പറഞ്ഞപ്പോഴും. പിന്നെ അടുത്ത ഗെയിം അങ്ങനെ ഈ ഗെയിമുകളൊക്കെ ഒരു വ്യത്യസ്തത ഉണ്ടായിരുന്നു. കാർഡാണ് കേട്ടോ. ഈ കാർഡിൻ്റെ അതേപോലെ തന്നെ നമ്പർ നമ്മൾ എടുത്ത് വെക്കണം. നമ്പർ 10 നമ്പർ നമ്മളെ കയ്യിലുണ്ടാവും. 10 കാർഡാണ്. അപ്പോൾ 3 ആൾ നിന്നിട്ടാണ് എടുക്കുന്നത്. ഇപ്പം ആദ്യം തന്നെ ഗൾഫുകാരെ വിളിച്ച് നമ്മൾ നിർത്തിയതാണ്. അവരെ കളിക്കട്ടെ, അവർ ഗെയിമൊക്കെ കളിക്കാൻ ഇൻട്രസ്റ്റ് ആയിട്ട് നിൽക്കുന്നവരാണ്. അങ്ങനെ നമ്മളിങ്ങനെ വെക്കണം. ഓരോന്നിൻ്റെ മേലെ ഓരോ നമ്പർ വെക്കണം. അത് സെയിം ആയിട്ട് വരുമ്പോഴാണ് പ്രൈസ് കിട്ടുക. ഭാഗ്യമാണ്. അപ്പോൾ അങ്ങനെ ഇവരൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഒന്നൊക്കെ ശരിയാകുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കര കൈയടിക്കും. അവരെ ഇവർക്ക് കിട്ടിയായിരിക്കും. ചിലപ്പം 2 ശരിയായിട്ടുണ്ട്. എനിക്ക് 1 ശരിയായിട്ടുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ശരിയായിട്ടുണ്ടാകുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എല്ലാവരും വിചാരിക്കും നമുക്ക് പ്രൈസ് കിട്ടിയെന്നാണ്. അങ്ങനെ ശരിയായിരിക്കും, ഹാപ്പി ആയിട്ട് നിൽക്കും. തെറ്റിയവർ പറയും നമുക്ക് ഭാഗ്യമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കളിയാക്കും. കണ്ടോ ഇതെങ്ങനെ നമ്പർ ശരിയായത് നോക്കിക്കണ്ട്. ഇതാണ് ഇതിൻ്റെ ഗെയിം. അങ്ങനെ അടുത്ത ആൾക്കാരിങ്ങനെ മാറി ഓരോരുത്തർ ഗെയിം മാറി എല്ലാവരും കളിക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ 3 ഗെയിമാണ് നമ്മൾ എല്ലാ പരിപാടിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ഗെയിമിന് ഫസ്റ്റും സെക്കൻഡും പ്രൈസും ഉണ്ടാവും. അപ്പോൾ ഇതിൽ പിന്നെ ആരൊക്കെയാണോ വിന്നർ ആവാന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരൊക്കെ ആയിരിക്കും ഇതിൽ വിന്നറാവുക. നമുക്ക് നോക്കാം ഇതിലാരാ വിന്നറാണ്. അങ്ങനെ ഞാൻ കളിക്കുകയാണ് കേട്ടോ. എൻ്റേത് 1 ശരിയായത്. ഞാൻ പറഞ്ഞു എനിക്ക് 10 ശരിയായി.
എല്ലാവരും കൂടി കൂടുമ്പോഴുള്ളൊരു രസം. അന്നത്തെ ഒരു ദിവസം പറയുമ്പോൾ മഴ കുറച്ചുള്ള ടൈം തന്നെയായിരുന്നു. അങ്ങനെ പിന്നെ ലാസ്റ്റ് പരിപാടീൻ്റെ ടൈമിൽ കുറച്ചൊരു മഴക്കൊരു കുറവുണ്ടായിരുന്നു. പരിപാടി കഴിഞ്ഞ് ഒരു 6 മണിയൊക്കെ ആയ ശേഷമാണ്. ആ ടൈമിലൊക്കെ അങ്ങനെ ആയിരുന്നു മഴ പെയ്യൽ. ഇതുപോലെ അടുപ്പിച്ച് മഴ പെയ്തിട്ടില്ലായിരുന്നു. ഞാൻ പറയുന്നുണ്ട് എൻ്റെത് ശരിയാവാൻ പറ്റില്ല. ഭയങ്കര രസം. എല്ലാവർക്കും ഇൻ്റെത് ഗെയിം ശരിയാവുമോ എന്നുള്ള നോക്കും. ഇതൊരു ലക്കാണ്. പ്രൈസ് കിട്ടിയ ആൾക്കാർ ഇതവരാണ് ഫസ്റ്റും സെക്കൻഡും. ഇവക്ക് റെമിക്ക് ഫസ്റ്റും മറ്റാക്ക് സെക്കൻഡും മോക്ക്. ഒരു രണ്ടാമത്തെ ഇത് ഫൈനലാട്ടോ കളി. അവൾക്കാണ് ആദ്യത്തേൽ 4 എണ്ണം ശരിയായിരുന്നു, രണ്ടാമത്തേൽ 3 എണ്ണം ശരിയായി. അപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ഓക്കെ തന്നെ ആയിരിക്കും എന്നുള്ളത്. അതാ അപ്പോൾ എല്ലാവരും ഭയങ്കര ഇൻട്രസ്റ്റിൽ കാത്ത് നിൽക്കുകയാണ്. നല്ലൊരു ഗെയിമായിരുന്നു. ഇതിനെക്കാട്ടി വിറ്റ അടുത്ത ഗെയിം. ഞാൻ എന്നിട്ട് പറയും ഓരോ ഗെയിം കണ്ടുപിടിക്കണമല്ലോ, നമുക്ക് ഓരോ പരിപാടിക്ക് ഓരോ ഗെയിം കണ്ടുപിടിക്കണം. അങ്ങനെ അവൾക്ക് ഫസ്റ്റായി, മറ്റാൾക്ക് സെക്കൻഡായും ചെയ്തു. നമുക്കതിങ്ങനെ നോക്കുമ്പോഴും പിന്നെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റുമാണ്. അടുത്ത ഗെയിം കണ്ടോ, അതിലും ബഹുരസമാണ്. നോക്കി നോക്കണേ, നല്ല രസമുണ്ട്. 2 ഗ്ലാസിൻ്റെ നടുവിൽ ഒരു പെൻസിൽ വെച്ചിട്ട് നമ്മളെ ചില്ലറ കോയിനുകൾ ഉണ്ടാവുമല്ലോ, അത് ആ വളൻ്റെ മേലെ വെച്ച് നമ്മൾ വെക്കണം. പക്ഷേ ഇവൾ നല്ലോണം വെച്ചിരുന്നു. ഒരു 10-12 എണ്ണം പോലെ വെച്ചിട്ടുണ്ട്. അവൾ പിന്നെയും കൊണ്ടുവച്ച്. നമ്മളെ പറയാൻ അപ്പം നിർത്തിയാൽ മതിയായിരുന്നു, അപ്പോൾ അവൾക്ക് ഫസ്റ്റ് ഇടാം. പക്ഷേ അവളത് ലാസ്റ്റിലെത്തുമ്പോൾ എല്ലാം വീണുപോയി. ഭയങ്കര ഒരു രസമുള്ളൊരു ഗെയിമായിരുന്നു. 3 നല്ല രസമായിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും ഗെയിം കണ്ടുപിടിക്കുക. ഓരോ മാസത്തിൽ ഓരോ പരിപാടി വെക്കുമ്പോൾ ഗെയിം നമുക്ക് വേണമല്ലോ, ഒരു വെറൈറ്റി വേണമല്ലോ. ഇത് കണ്ട ഇങ്ങനെയായിരുന്നു, കണ്ട പെൻസിൽ വെച്ചിട്ട് അതിൻ്റെ മേലെ കോയിൻ ഇങ്ങനെ വെക്കുക. നല്ല ക്ഷമയോടുകൂടെ ചെയ്താലേ ഇത് കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ കണ്ടോ, അപ്പോഴത്തേക്ക് വീണ് പോകും. നമ്മളെ കൈ തന്നെ തട്ടിപ്പോവും. നമുക്ക് കൈ താങ്ങി പിടിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒറ്റ വിരലുകൊണ്ടാണ് ഇങ്ങനെ 2 വിരലിങ്ങനെ വെച്ചിട്ട് കോയിൻ മെല്ലെ സാവധാനം വെക്കണം. അതാ അപ്പം വളം ഇങ്ങനെ കുറച്ച് വിട്ട് വരും, അപ്പോൾ അങ്ങനെ വീണു. ചിലത് അങ്ങനെ ലക്കിന് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കിട്ടിയവരുണ്ട്. ഇതിനും ഇപ്പോൾ ഫസ്റ്റും സെക്കൻഡൊക്കെ കിട്ടിക്കിന്. പിന്നെ ശ്രമിച്ചു നോക്കാം. 1 മിനിറ്റ് ടൈമായിരുന്നു. അതാ ഇങ്ങനെ വീണു. ക്ഷമ വേണം, നല്ല ക്ഷമേൻ്റെ നെല്ലിപ്പടി പോകുന്നറിയില്ല. അങ്ങനെയായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഇത് നടക്കുന്നതിൻ്റെ ഇടയിലാണ് ശംസീർ വരുന്നത്. ഷെർലിൻ്റെ ആങ്ങളാണ്. കുട്ടികൾക്ക് പറ്റിയ കുറേ മിഠായി ആയിട്ടാണ് വന്നത്. മക്കൾക്ക് നല്ല സന്തോഷമായി ഈ മിഠായിയൊക്കെ കണ്ടപ്പോൾ. അപ്പോഴത്തെ ഇവർ ചായ എടുത്തേക്കാം. ഗെയിം കഴിഞ്ഞപ്പോഴത്തേ എല്ലാവരും പിന്നെ അധികം ആളും അത് വളൻ്റെ ഗെയിം കളിച്ചില്ല. ടൈം അപ്പത്തിനൊക്കെ ആയി, മഴ പെയ്യും എന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും ചായ എടുത്തേക്കാന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും കളിയൊക്കെ ഗെയിം കഴിഞ്ഞ് ഒന്ന് ഇരിക്കുകയാണ്. അപ്പോഴത്തെ ചായ എടുത്ത് വെക്കുന്നുണ്ട്. കുട്ടികളൊക്കെ ആ മിഠായി കണ്ടപ്പോഴത്തേക്ക് അവർക്ക് അത് മതിയല്ലോ. അവർ ഈ പലഹാരത്തിനെക്കാട്ടി ഓടിപ്പോയിട്ട് അത് കൊണ്ട് വെച്ച പാടനെ പുളിയച്ചാർ, നാരങ്ങ മിഠായി, പിന്നെ നമ്മളെ തേൻ മിഠായി, പിന്നെ ആ കയറിൽ കെട്ടിയിട്ടുള്ളതില്ലേ അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല കടുക്ക നിറച്ചത് സമൂസ, ചെമ്മീനട, പിന്നെ പരിപ്പ് കേക്ക്, വറുത്തായക്ക, അലുവ, പിന്നെ ഉന്നക്കായി, അങ്ങനെ ഒരു 5-8 പലഹാരങ്ങളുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റുള്ള ഫുഡായിരുന്നു. അങ്ങനെ എല്ലാവരും പിന്നെ മിഠായിയൊക്കെ ഉണ്ടോ എത്ര പെട്ടെന്ന് കാലിയായി. അങ്ങനെ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ പ്രൈസ് കൊടുക്കുന്നതായിരുന്നു കേട്ടോ. പ്രൈസ് വെച്ചാൽ ഇതാ കുറച്ച് പ്രൈസുകളൊക്കെ അത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് പിന്നെ പ്രൈസ് കൊടുക്കാനുള്ളവരൊക്കെ വിളിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ്. നമ്മളെ 3 മോംസിൽ പിന്നെ സാജിദ ഈ ടൈമിൽ ഡിഗ്രി എഴുതിയിരുന്നു. ഡിഗ്രി എഴുതിയിട്ട് പാസ്സായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോ ഇതിൻ്റെ മുൻപ് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓളെ വിളിക്കുകയാണ്, പ്രോത്സാഹിപ്പിക്കുക. നമ്മൾ പിന്നെ ഫാമിലിയിലൊരാൾ ഓളെ എഴുതിയെടുത്തതിന് നമ്മളൊരു അഭിനന്ദനം കൊടുക്കണമല്ലോ. അങ്ങനെ ഒരു മൊമെൻ്റോ ഉണ്ടായിരുന്നു. അത് നമ്മൾ മുനീർ കാക്കനെ കൊണ്ട് കൊടുപ്പിക്കുകയാണ്. അങ്ങനെ മുനീർ കാക്കൊക്കെ കൊടുത്ത് രണ്ടാളൊരു കൈയൊക്കെ കൊടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ നമ്മൾ പിന്നെ ഓരോ പ്രൈസുകളായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും പ്രൈസ് കൊടുക്കുമ്പോഴൊക്കെ നല്ല രസമാണ്. ഇത് ഇവർക്ക് ബമ്പർ പ്രൈസ് കിട്ടിയ ആളാണിത്. അങ്ങനെ അതെല്ലാവർക്കും ഉണ്ടാവും കേട്ടോ ബമ്പർ പ്രൈസ്. പിന്നെ എന്താ നറുക്കിട്ടെടുക്കുമ്പോൾ നല്ല രസമായിട്ടുണ്ടാവും. ഇന്നായിരിക്കാം കിട്ടാമെന്നുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ. ഇത് നമ്മളെ കാർഡിൻ്റെ ഗെയിമിൽ ഫസ്റ്റും സെക്കൻഡും കിട്ടിയ ആൾക്കാരാണ്. റെമിക്കായിരുന്നു ഫസ്റ്റും, മോക്ക് സെക്കൻഡും. പിന്നെ വളൻ്റെ ഗെയിമിൽ ഫസ്റ്റ് കിട്ടിയത് സാജുവിനായിരുന്നു. സാജുവിൻ്റെ മോക്ക് തന്നെ സെക്കൻഡും കിട്ടി. ഞാനൊരു കോയിൻ്റെ കുറവ് കൊണ്ട് ഞാൻ തേർഡിലേക്ക് പോയി. അതിനെക്കൊണ്ട് എനിക്കൊരു പ്രൈസും ഇല്ല. സെക്കൻഡ് ഇതാ മോക്ക് തന്നെയായിരുന്നു. പിന്നെ വേറൊരു ഗെയിമിനും സെക്കൻഡ് ഇവർക്ക് തന്നെ കിട്ടിയതെന്നാണ് തോന്നുന്നത്.
പിന്നെ അതാ കിട്ടിയവർക്കൊക്കെ പ്രൈസ് കിട്ടിയവർക്കൊക്കെ ഓരോരുത്തർക്കായിട്ട് കൊടുത്തിട്ട് എല്ലാവരും ഫോട്ടോസ് എടുക്കുകയാണ്. ചെറിയൊരു പ്രൈസാണെങ്കിലും അതൊരു സന്തോഷമാണ് എല്ലാവർക്കും. അതിങ്ങനെ കിട്ടുമ്പോൾ ഒരു സന്തോഷം തന്നെ. മോക്കും കിട്ടി സെക്കൻഡ് പ്രൈസ്. അങ്ങനെ എല്ലാവരും ഫോട്ടോ ഒക്കെ അതിൻ്റെ ഇടയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പിന്നെ ഡാൻസിന് കളിച്ചിട്ടില്ലേ, ആ 3 കുട്ടിയൊക്കെ നമ്മൾ കൊടുക്കുകയാണ്. അങ്ങനെ ഒരു അന്നേരം കൊടുത്തിട്ടുണ്ട് ചെറിയൊരു പ്രൈസ്. മക്കൾക്ക് നന്നായിട്ട് കളിച്ചവർക്ക് ഒരു പ്രോത്സാഹനമായിട്ട് കൊടുത്തതായിരുന്നു. അങ്ങനെ അവർക്ക് 3 കൊടുത്തു കഴിഞ്ഞ് ഇവരൊക്കെ ജയ് വിളിക്കുന്നുണ്ട് തോന്നുന്നു. എല്ലാവരും ഫോട്ടോക്ക് നിൽക്കുകയാണ്. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കിട്ടിയ പ്രൈസൊക്കെ ഇവർ ഫോട്ടോ എടുത്തിട്ട് ഇട്ടിരുന്നു. ഒരാൾ മാത്രം ഇട്ടിരുന്നു ബമ്പർ കിട്ടിയവർ. അപ്പോൾ ഓരത് മാത്രമാണ് ഇത് കേട്ടോ. ഇത് ബമ്പറും ഇതൊക്കെ ആയിട്ട് നല്ല അടിപൊളി പ്രൈസുകളൊക്കെ ആയിരുന്നു. അങ്ങനെ കുട്ടികളൊക്കെ എല്ലാവരും ഉള്ളവരായിട്ട് അപ്പോഴത്തേക്കും കുറേ ആൾക്കാർ പോയി. അങ്ങനെ ഫോട്ടോസ് എടുക്കുകയാണ്. വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.